ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വയറിനെ പറ്റിയിട്ടാണ്. ആ ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഒട്ടനവധി ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ കീഴിലുള്ള ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൈസ് ചെറിയ കമ്പനി ആയിരിക്കുമെങ്കിലും അതിൻ്റെ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗ്രൂപ്പായിരിക്കും. ആൻഡ് അവരെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് വലിയ ഹിസ്റ്ററിയും അതേ കണക്ക് തന്നെ നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണെന്നൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് കമ്പനീസാണ്. ആൻഡ് അങ്ങനെയുള്ള കമ്പനീസിൽ നമ്മൾ വളരെ ലോങ് വ്യൂയോട് കൂടിയിട്ട് നമ്മൾ പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു വളരെ എന്താ പറയുക ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് നോക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഒരു 99% ക്വയറീസ് കണ്ടാലും എല്ലാം തന്നെ ഈ സ്റ്റോക്ക് കൊള്ളാമോ, ആ സ്റ്റോക്ക് കൊള്ളാമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ക്വയറീസാണ് വരുന്നത്. അതല്ലാതെ ഇതേ കണക്ക് നമുക്ക് ഒട്ടനവധി ഡിസ്കഷൻസിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടാക്കുന്ന ക്വയറീസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് ഇതേ കണക്ക് വീഡിയോസിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും പറ്റിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ മറ്റുള്ളവരിലോട്ട് ഒരുപാട് നോളജ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നതായിരിക്കും. എനിവേ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് നാസ്ഡാക്കിലോട്ട് പോകാം. നാസ്ഡാക്കിലോട്ട് വരാൻ നേരത്ത് ഇന്നലെ ഏകദേശം 2.5% അടുപ്പിച്ചിട്ടുള്ളൊരു അപ്പായിട്ടുള്ള ക്ലോസിംഗ് ആണ് ഇന്നലെ നമുക്ക് നാസ്ഡാക്കിൻ്റെ അകത്ത് കിട്ടിയിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് 1 വീക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഇത് രണ്ടാമത്തെ ക്യാൻഡിലാണ് 2.5% അടുപ്പിച്ച് അപ്പായിട്ട് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിലോട്ട് വരാൻ നേരത്ത് നിഫ്റ്റി കഴിഞ്ഞൊരാഴ്ച എന്ന് പറയുന്നത് അത്യാവശ്യം വീക്കായിട്ടാണ് നിന്നിരുന്നത്. വീക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡെക്സ് സൈഡ് വേസ് ആണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിലും സ്റ്റോക്കുകളെല്ലാം തന്നെ ഒന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോക്കുകളുടെ പലതിലും നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള വീക്ക്നെസ് തന്നെ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കാൻ നേരത്ത് നാസ്ഡാക്കിൻ്റെ അകത്ത് നിഫ്റ്റിക്കകത്ത് നമുക്ക് എഗെയിൻ സ്ട്രെങ്ത് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. ഓളിയും കാര്യങ്ങളൊന്നും അത്യാവശ്യം അങ്ങനെ ബിൽഡ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ ക്ലോസിങ്ങിലോട്ട് നമ്മൾ നയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിലാണ് ഇന്ന് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. ആൻഡ് ഇന്ന് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ബ്രേക്ക്ഔട്ടുകൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് 1 വീക്കായിട്ട് കാണുന്നുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ടുകൾ സ്റ്റോക്കുകൾ തരുന്നുണ്ടായിരുന്നെങ്കിലും ആ ബ്രേക്ക്ഔട്ടുകളൊന്നും തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നില്ലായിരുന്നു. സ്റ്റോക്കുകൾ തിരിച്ച് താഴോട്ട് വന്നിട്ടായിരുന്നു ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ബ്രേക്ക്ഔട്ട് ലെവലിൽ നിന്നും താഴോട്ട് വന്നിട്ടായിരുന്നു അത് ക്ലോസിംഗ് തന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ ബിഗ്ഗീസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരുന്ന സമയത്ത് അത് പല ട്രേഡേഴ്സിൻ്റെയും കണ്ണിലോട്ട് പെടുകയും ട്രേഡേഴ്സ് അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബിഗ്ഗീസ് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ ബ്രേക്ക്ഔട്ട് ഡേയിൽ തന്നെ ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് താഴോട്ട് വന്നിട്ട് ക്ലോസിംഗ് ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ട് പല ബിഗ്ഗീസും ലൈവായിട്ട് തന്നെ നമ്മുടെ ടി വിയിലും യൂട്യൂബിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർ ആക്ച്വലി സ്റ്റോക്കുകൾ വിൽക്കുന്നത് ഇതേ കണക്കുള്ള ബ്രേക്ക്ഔട്ട് ഡേയിലാണെന്നും പറഞ്ഞിട്ട് അവരൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ഡേയിൽ സ്റ്റോക്കുകൾ അപ്പായിട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരേ കണക്ക് തന്നെ ബിഗ്ഗിക്കകത്തും അതേ കണക്ക് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അതല്ലാതെ ആ ബ്രേക്ക്ഔട്ട് ഡേയിൽ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം താഴോട്ട് വന്നിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ബിഗ്ഗീസ് പോസിറ്റീവ് അല്ലെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ആ ബ്രേക്ക്ഔട്ട് ഡേയിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തിലുള്ള ക്ലോസിംഗ് തരുന്നു. അതിനുശേഷം നമ്മൾ നോക്കാൻ നേരത്തെ ഫോളോ ത്രൂ ഡേ കിട്ടുകയാണെങ്കിൽ അതായത് നെക്സ്റ്റ് ഡേയും സ്റ്റോക്ക് അപ്പ് ആണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കിവിടെ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടുകളിൽ നമുക്ക് സ്ട്രെങ്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ അക്യുമുലേഷൻ ഫേസിൻ്റെ അകത്ത് നിൽക്കുന്ന സ്റ്റോക്കുകൾ, പല സ്റ്റോക്കുകൾ നമ്മൾ നോക്കാൻ നേരത്തെ അക്യുമുലേഷൻ ഫേസിൻ്റെ അകത്ത് നിൽക്കുന്ന സ്റ്റോക്കുകൾ നോക്കാൻ നേരത്ത് അതെല്ലാം തന്നെ ഇന്ന് നല്ല പെർസെൻറ്റേജ് ഒക്കെ അപ്പായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 സ്റ്റോക്കുകളൊക്കെ ഇന്ന് വളരെ വലിയ പെർസെൻറ്റേജ് അപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റിൽ ബൈ റേഞ്ചിലോട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്യുമുലേഷൻ ഫേസിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക്ഔട്ട് സ്റ്റേജ് 2 അപ്ടണിലോട്ട് കയറിയിട്ടില്ല. സ്റ്റേജ് 2 അപ്ടണിലോട്ട് കയറാൻ നേരത്ത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് ആ സൈഡ് വേസ് പാറ്റേൺ തന്നെ കുറച്ച് നാളുകൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൊമെൻറ്റുമാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ റുസ്തം ജി എന്ന് പറഞ്ഞ സ്റ്റോക്കൊക്കെ ഇന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് താഴോട്ട് വന്നിട്ടാണ് ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ അത് ബ്രേക്ക്ഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും അത്ര കണ്ടൊരു നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് നമുക്കന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇനി അത് കിട്ടണമെങ്കിൽ നാളത്തെ ഫോളോ ത്രൂ ഡേ, നാളെ മീൻസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് വർക്കിംഗ് ഡേയിൽ നമ്മൾ നോക്കുക അതിൻ്റെ അകത്ത് ഫോളോ ത്രൂ ഡേ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഫോളോ ത്രൂ ഡേ കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ അകത്ത് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കുക മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ,
ഇതൊക്കെയാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ നോക്കാൻ നേരത്തെ നിഫ്റ്റി 1.65% അപ്പായിട്ടാണ് ക്ലോസിംഗ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് 1.93% അപ്പായിട്ടാണ് ഇന്ന് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടിലും നമ്മൾ നോക്കാൻ നേരത്ത് നിഫ്റ്റി കുറച്ചെങ്കിലും സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ആ റേഞ്ചിൻ്റെ മേലിലോട്ട് ഇന്ന് ക്ലോസിംഗ് കിട്ടിയിട്ടില്ല. നമുക്ക് 2 ദിവസം കൂടെ കഴിയുമ്പോൾ മാത്രമേ ഒരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. എനിവേ നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്യാഷിലോട്ട് വരിക, ഫ്രഷ് ആയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയ ചെറിയ പൊസിഷൻസ് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഒരു ബൾക്ക് എൻട്രി കാര്യങ്ങൾ നടത്താതിരിക്കുക, ചെറിയ ചെറിയ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങുക. അടുത്തൊരു 1-2 ദിവസത്തിലൂടെ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ട്രെൻഡ് എന്താണെന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബൾക്ക് പൊസിഷൻസും ബിൽഡ് ചെയ്യാവുന്നതാണ്. US-ൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്മോൾ ക്യാപ്പിൻ്റെ അകത്തും എല്ലാം തന്നെ നല്ല രീതിയിൽ മൊമെൻറ്റം വരുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലി ഔട്ടായിട്ടുള്ള എല്ലാം തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കാൻ നേരത്ത് 3% താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2021 ശേഷം ഇതാദ്യമായിട്ടാണ് 3% താഴോട്ട് ഇൻഫ്ലേഷൻ വരുന്നത്. ആൻഡ് അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സെപ്റ്റംബറിൽ എന്തായാലും റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അവിടുത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷന് മുന്നായിട്ട് തന്നെ ഇതൊക്കെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സെപ്റ്റംബർ റേറ്റ് കട്ടിൽ തന്നെ നമുക്ക് ഇത്രയധികം ഇൻഫ്ലേഷൻ കൂടെ കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ, മാത്രമല്ല അവിടെ ഇപ്പോൾ റിസഷണറി ഫിയേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുകൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ US മാർക്കറ്റിനെ വളരെയധികം പോസിറ്റീവിൽ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. എൻ്റെ US മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്ലോബൽ മൊമെൻറ്റം പോസിറ്റീവ് ആയിരിക്കും. ഗ്ലോബൽ മൊമെൻറ്റം പോസിറ്റീവ് ആവുന്നതിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റും അതിനനുസരിച്ച് അതിൻ്റെ റെസ്പെക്റ്റീവിൽ തന്നെ നമ്മുടെ ഇവിടെ ചലനങ്ങൾ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, ഇനി അതേ കണക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് കൂടെ മേക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡേഴ്സ് ക്ലബ്ബിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നാളെ രാത്രി 9:30 നമ്മുടെ വെർച്വൽ മീറ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ US ക്ലബ്ബ് US സ്റ്റോക്സിൻ്റെ ക്ലബ്ബിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് രാത്രി 8:30 നാളെ വെർച്വൽ മീറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് മെയിനായിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സ്റ്റോക്കുകളും റീറ്റെയിൽ ഫാൻസിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ അകത്തും ഈ ഏണിങ്സ് മൊമെൻറ്റം കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏണിങ്സ് ഡിസപ്പോയിൻമെൻറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്കുകളുടെ അകത്ത് നല്ല രീതിയിൽ സെല്ലിംഗ് വരുന്നുണ്ട്. പല സ്റ്റോക്കുകളും എന്താ പറയുക 10, 17, 20% അടുപ്പിച്ച് ഇടിയുന്നുണ്ടോ സിംഗിൾ ഡേയിലകത്ത് തന്നെ. അതായത് ഏണിങ്സ് വിചാരിച്ചത്ര രീതിയിൽ വരാത്ത സ്റ്റോക്കുകളുടെ അകത്ത് സിംഗിൾ ഡേയിൽ തന്നെ നല്ല രീതിയിൽ ഫോളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പൊസിഷൻ സൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഫുൾ എക്സിറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഒന്ന് വെളിയിലോട്ട് വരിക. ആ സ്റ്റോക്ക് അടുത്തൊന്ന് സൈഡ് വേസ് പോയതിന് ശേഷം അടുത്ത ആ ഒരു പർട്ടിക്കുലർ ഡേക്കകത്ത് എന്തുമാത്രം സപ്ലൈ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് സ്ട്രോങ് ഹാൻഡ്സ് അക്യുമുലേറ്റ് ചെയ്തപ്പെട്ടാൽ മാത്രമേ ആ സ്റ്റോക്ക് അഗെയിൻ അതിൻ്റെ മൊമെൻറ്റം തിരിച്ച് റീഗെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് നമ്മൾ ടെമ്പററി ആയിട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യണമെന്നില്ല. സ്റ്റോക്കുകൾ പൊസിഷൻ ബുക്ക് ചെയ്തിട്ട് വെളിയിലോട്ട് വരിക, അല്ലെങ്കിൽ പൊസിഷൻ സൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫുൾ ബുക്ക് ചെയ്തിട്ടോ ഒക്കെ വെളിയിലോട്ട് വന്നതിന് ശേഷം വേറെ എവിടെയൊക്കെയാണ് മൊമെൻറ്റം സ്ട്രോങ് ആയിട്ടുള്ളത് ആ സ്റ്റോക്കുകളിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നിയർ ടൈമിൽ നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ ഗൂഗിൾ മീറ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഇനിഷ്യൽ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഈ SIP കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, ഒരു 5,000 രൂപയോ 10,000 രൂപയോ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാലും, എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത് നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കണം. അല്ലാതെ ചെറിയ ഈ 5,000 10,000 മാത്രം കൊണ്ടുവന്നതുകൊണ്ട് മാത്രം നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. വളരെയധികം ടൈം എടുക്കുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, മറ്റേ സൈഡിൽ കൂടെ അവിടെ ടാക്സ് കട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല ഇൻഫ്ലേഷണറി പ്രഷർ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന എമൗണ്ട് വളരെ ലാർജ് ആയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പ്രാക്ടിക്കലി നമ്മൾ എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തിയറി നോക്കിയിട്ട് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറയാമെങ്കിൽ പോലും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോഴത്തേക്കും അത്ര കണ്ട് നല്ല റിട്ടേൺസ് ചിലപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മാർക്കറ്റ് സൈക്കിൾസ് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഇടയ്ക്ക് ബെയർ മാർക്കറ്റുകൾ വരുന്നതായിരിക്കും, മാർക്കറ്റ് ക്രാഷുകൾ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓരോ ക്രാഷ് കഴിയാൻ നേരത്തും ഓരോ ബെയർ മാർക്കറ്റ് കഴിയാൻ നേരത്തും അടുത്ത് എമർജ് ചെയ്ത് വരുന്ന സ്റ്റോക്കുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഒരുപാടധികം ഇതിൻ്റെ ഇടയിൽ ഹഡിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് വളരെ മീനിങ് ആയിട്ടുള്ള എമൗണ്ട് ആയിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കൃത്യമായിട്ടുള്ള എന്താ പറയുക റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏർലി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് വെബിനാർസ് കാര്യങ്ങളൊക്കെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കൂടുതൽ നമ്മുടെ
ഇൻകം സ്ട്രീംസ് കൂട്ടിയിട്ട് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൂടുതൽ പൈസ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമുക്ക് സൈഡായിട്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്തൊക്കെ ടൈപ്പ് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും, വളരെ ചെറിയ ഇനിഷ്യൽ ഇൻവെസ്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ബിസിനസ്സുകൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ അകത്ത് ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്തിരുന്നാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്, വളരെ ചെറിയ എന്താ പറയുക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ, അതായത് ഒരു 5,000-10,000 രൂപ അകത്ത് വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ നിന്ന് എന്താ പറയുക വർഷാവർഷം കോടികൾ കൊയ്യുന്ന ടൈപ്പ് ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു മന്ത്ലി ഒരു 20,000-30,000 ഒക്കെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കറൻ്റ് ഉള്ള ജോബിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ബിസിനസ്സുകളിലൊക്കെ ആൾക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടെ ഇടയിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എനിവേ നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിലോട്ട് പോകാം. ഒരുപാടധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എനിവേ ഇന്നത്തെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് കമ്പനീസ്, അതായത് ലാർജ് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന കമ്പനീസ്. ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലയൻസ്, ടാറ്റ, അതല്ലെങ്കിൽ നമ്മുടെ മഹേന്ദ്ര, ബജാജ് ഇതുപോലുള്ള വലിയ വലിയ ഗ്രൂപ്പുകളുണ്ടല്ലോ, നമ്മുടെ പ്രൊമോട്ടർ ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ ടൈപ്പ് ഗ്രൂപ്പുകളുടെ കീഴിൽ വരുന്ന ചെറിയ മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ് ടൈപ്പിലുള്ള കമ്പനീസിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ണുടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നമ്മളൊരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ പറ്റുമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ പല ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകൾ നോക്കാൻ നേരത്തും ഹിസ്റ്റോറിക്കലി അത് നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാടധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി പറ്റും. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കാൻ നേരത്ത് ഈ പല ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന ചെറിയ ചെറിയ സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ 2018 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എൻ്റെ പുള്ളി ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ടാറ്റ ലക്സി എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വളരെ വലിയൊരു ഫാനാണ്. അതിൻ്റെ ടാറ്റ ലക്സി അന്ന് എനിക്ക് തോന്നുന്നു 800 അങ്ങനെ എന്തോ ആണ് നിന്നേന്ന് തോന്നുന്നു, ലെവലിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ എനിക്ക് ആ റേഞ്ചിലാണ് നിന്നേന്ന് തോന്നുന്നു. അതിൻ്റെ ആ സ്റ്റോക്ക് ഒരു ഡൗണിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ബൈങ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളി അന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടാറ്റ ലക്സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഏകദേശം 800 റേഞ്ചിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ആ സ്റ്റോക്കിനെ പറ്റിയിട്ട് ബുള്ളിഷായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ലക്സി എന്ന സ്റ്റോക്ക് വളരെയധികം ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ ക്രാഷിൻ്റെ ഒക്കെ സമയത്ത് ഏകദേശം 500 രൂപ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 10,000 അല്ലെങ്കിൽ 10,700 റേഞ്ചിലുള്ള ഹൈ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു സൈഡ് വേസിൻ്റെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് അന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന റീസൺസ് എന്ന് പറയുന്നതും ഇതേ കണക്ക് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്, ഇനി ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കുറേ റീസൺസ് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കാൻ നേരത്ത് ഈ പർട്ടിക്കുലർ റീസൺസ് ഒക്കെ പ്ലേ ഔട്ട് ആകുമെന്ന് നമുക്കൊരിക്കലും ഒരു ഉറപ്പില്ലായിരുന്നു. അന്ന് 2018 സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ അകത്തൊക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ പർട്ടിക്കുലർ റീസൺസ്, അതായത് ഈ കമ്പനി ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് അതുകൊണ്ട് അത് ഗ്രോത്ത് നടക്കും, ഇങ്ങനെയുള്ള റീസൺസിനൊന്നും തന്നെ അന്ന് വലിയ വാലിഡിറ്റി കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് കാലം പോകെയാണ് അതിൻ്റെ അകത്ത് ആ റീസൺസിനൊക്കെ ഇമ്പോർട്ടൻസ് വന്നത്. ഓക്കെ, ആ റീസൺസിന് എപ്പോഴാണ് ഇമ്പോർട്ടൻസ് വന്നത്? ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹയർ ഒഫീഷ്യൽസിൻ്റെ അകത്ത് ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രൂപ്പിൻ്റെ അകത്ത് റീസ്ട്രക്ചറിങ് നടന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കൊറോണ വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഇതുപോലുള്ള കമ്പനിക്കകത്തൊക്കെ തന്നെ ഒരു പുഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഇത് ടാറ്റ ലക്സിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും തന്നെ 2018 അകത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അനുസരിച്ചിട്ട് സിറ്റുവേഷൻസ് ഫേവറബിളായിട്ട് വന്നപ്പോഴത്തേക്കും കമ്പനി പെർഫോം ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ക്വാളിറ്റി എത്ര കണ്ട് നല്ലതാണെങ്കിലും അതിൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് പെർഫോം ചെയ്യണമെന്ന് ഒരു രീതിയിലുള്ള നിർബന്ധമില്ല. ആ കമ്പനിയുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കമ്പനി പെർഫോം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് എന്ന് പറയുന്നത് സൈക്ലിക്കലായിട്ടുള്ള ബിസിനസ്സുകളായിരിക്കും. ഓക്കെ, ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് സൈക്ലിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ ആ സൈക്കിൾ വർക്ക് ചെയ്യാൻ നേരത്ത് മാത്രമേ ആ കമ്പനിക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിരിക്കും. നമുക്ക് കാണുമ്പോഴത്തേക്കും ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി ആയിട്ട് തോന്നുമെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആക്ച്വലി നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിന് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുന്നതായിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാനേജ്മെൻറ്റ് നല്ല മാനേജ്മെൻറ്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ചെറിയ കമ്പനിക്കകത്തോട്ട് ഇപ്പോൾ ആ മാനേജ്മെൻറ്റ് ഫോക്കസ് ഇല്ലായിരിക്കും. ആ മാനേജ്മെൻറ്റ് കോർ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ വലിയ മറ്റ് ബിസിനസ്സുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതായിരിക്കും. ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്
ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ടെയിൽ വിൻഡ് അല്ല ഹെഡ് വിൻഡ് ആയിരിക്കും. അതായത് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ എഗെയിൻസ്റ്റ് ആയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമുക്ക് നിയർ ടൈമിൽ ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന റീസൺസ് കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലുള്ള ഉറപ്പ് നമുക്ക് ഇല്ലായിരിക്കും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്സ് സംഭവിക്കാൻ നേരത്തത്. അതായത് സൈക്ലിക്കാലിറ്റി നേച്ചർ പ്രകാരം ആ കമ്പനി ഇപ്പോൾ പോസിറ്റീവായിട്ട് വരാൻ നേരത്ത്, അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സൈക്കിൾ നല്ല രീതിയിൽ പ്ലേ ഓഫ് ചെയ്യാൻ നേരത്ത്, ആ പർട്ടിക്കുലർ കമ്പനിക്ക് ബിസിനസ്സിന് ഇപ്പോൾ നല്ല രീതിയിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ നേരത്ത്, ആ പർട്ടിക്കുലർ മാനേജ്മെൻറ്റിന് ഇപ്പോൾ ആ ചെറിയ കമ്പനിക്കകത്തും ഫോക്കസ് വരാൻ നേരത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ നേരത്ത് മാത്രമാണ് ആ കമ്പനി പെർഫോം ചെയ്യുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു 2020 ശേഷം. അതിൻ്റെ 2022 ശേഷം നമ്മൾ നോക്കാൻ നേരത്ത് കിർലോസ്കർ ബ്രദേഴ്സിൻ്റെ ഗ്രൂപ്പ് കമ്പനീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കമ്പനീസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഇത് 10-15 വർഷമായിട്ട് ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലാതെ തന്നെ പോയെന്നും വരാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏണിങ്സിൻ്റെ അകത്തോ ROCക്കകത്തോ ഒരു ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ, അതൊരു നല്ല പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കമ്പനി ആണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ടെമ്പററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ബൈ ചെയ്ത് വയ്ക്കാം. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ആ ഒരു പർട്ടിക്കുലർ മാനേജ്മെൻറ്റിന് കൂടുതൽ ഫോക്കസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടെയിൽവിൻ്റെ വിസിബിലിറ്റി ഉണ്ട്, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ടറാണെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ, നമുക്ക് അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കവിടെ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നോർമലി നമ്മൾ മറ്റ് കമ്പനീസൊക്കെ നോക്കാൻ നേരത്ത്, മറ്റ് ചെറിയ കമ്പനീസൊക്കെ നോക്കാൻ നേരത്ത് നമ്മൾ കുറേ ടെക്നിക്കൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ആ കമ്പനി ഇപ്പോൾ ലോസ് മേക്കിംഗ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് അധികം പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കത്തില്ല. പക്ഷേ നല്ല പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കമ്പനി ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ലോസ് മേക്കിംഗ് ആണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഏണിങ്സ് വരുമെന്നുള്ളൊരു വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ടെക്നിക്കലി വീക്ക്നെസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോങ് റണ്ണിൽ നോക്കാൻ നേരത്തെ ഈ കമ്പനി പൂട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് വേറെ ബിസിനസ്സുകളിലൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ബേസിക് ഇൻകം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ സിംഗിൾ കമ്പനിയിൽ നിന്ന് മാത്രമല്ല. അപ്പോൾ ഇവിടെ ലോസ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് മറ്റ് ബിസിനസ്സുകൾ അവർക്കുണ്ടല്ലോ എന്നുള്ളൊരു സെൻസിൽ നമ്മൾ പലപ്പോഴും പൊസിഷൻസ് ഇങ്ങനെയൊക്കെ തന്നെ ബിൽഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ റീസെൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കമ്പനി. ലോസ് മേക്കിംഗ് ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ കമ്പനി പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ കമ്പനിക്കകത്ത് വാല്യൂഷൻ്റെ അകത്ത് റീറേറ്റിംഗ് വരുമെന്നുള്ള രീതിയിൽ നമ്മളത് 420 ലെവലിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. SIP ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കമ്പനിയാണ്. താഴത്തെ ലെവലിൽ തന്നെ കുറേ നാൾ നിൽക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും പലപ്പോഴും നല്ല പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കമ്പനി ആണെങ്കിൽ നമുക്ക് ഗ്രോത്ത് കിട്ടാറുണ്ട് ഷെയർ പ്രൈസിൻ്റെ അകത്ത്. അത് ഏത് സിറ്റുവേഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുൾ മാർക്കറ്റ് നടക്കുകയാണെങ്കിൽ ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് ആൾക്കാർ നോർമലി ഗ്രോത്തിനെയാണ് ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും അവസാനം ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് ഫേസിലോട്ട് വരാൻ നേരത്ത് ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് അല്ലെങ്കിൽ ഇത് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്, ഇതിന് ഇനിയും ഇത്ര ചെറിയ വാല്യൂഷനിൽ നിൽക്കേണ്ടതല്ല എന്ന് കരുതിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോഴും ഗ്രോത്ത് കിട്ടാറുണ്ട്. റീ റേറ്റിംഗ് കാരണം നമുക്ക് ഗ്രോത്ത് കിട്ടാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു സെക്ടർ ഫാൻസിയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു സെക്ടർ നല്ല രീതിയിൽ ഒരു എമർജിങ് തീമായിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ നേരത്തെ ആ പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് വരുന്ന ഇത് നല്ല പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കമ്പനിക്കകത്ത് നമുക്ക് റണ്ണപ്പ് കാണാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫാൻസിയിലോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടാറ്റ ഗ്രൂപ്പ് ഫാൻസിയിലോട്ട് വരിക, കിർലോസ്കർ ഗ്രൂപ്പ് ഫാൻസിയിലോട്ട് വരിക, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ അകത്ത് മൊത്തത്തിലൊരു മൊമെൻറ്റം വരാൻ നേരത്ത് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കമ്പനി അല്ലേ ഇതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ബൈങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് സ്റ്റോക്കിൻ്റെ അകത്തൊരു റീ റേറ്റിംഗ് നടക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ റീ റേറ്റിംഗ് നടക്കാറുണ്ടെങ്കിലും നമ്മൾ ഈ ഹിസ്റ്റോറിക്കലി കാണുന്നത് പോലെ ഈ ടാറ്റ ലെക്സിൽ കണ്ടതുപോലെയൊക്കെ ഒരു റണ്ണപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ അതിനൊട്ടനവധി ഫാക്ടേഴ്സ് ഒരുമിച്ച് കോറിലേറ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന് നമ്മൾ സിംഗിളായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമല്ല. മറിച്ച് നമ്മൾ എന്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് ROEക്കകത്തും ROCക്കകത്തും ഗ്രോത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ടെക്നിക്കലിൻ്റെ അകത്താണെങ്കിൽ നമുക്കത് നമ്മുടെ ഓൾ ടൈം ഹൈ സ്ക്രീനേഴ്സിൻ്റെ അകത്ത് ഹിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ സമയത്ത് ബൈയിങ് നടത്തിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളിത് നോക്കിയാൽ മതി. ഇതല്ലാതെ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമല്ല. ഈവൻ ദോ നമ്മൾ പല കമ്പനീസും
എന്താ പറയുക അനലൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓരോ കമ്പനിയുടെയും ഗ്രോത്തും ROCയും അതിൻ്റെ ടെയിൽവിൻ്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓരോ മാർക്കറ്റ് സൈക്കിളിൻ്റെയും ലീഡേഴ്സിൻ്റെ മാർക്കറ്റ് എന്താ പറയുക ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ആൻഡ് അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനെ കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതായത് നമുക്ക് ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് നോക്കാതെ വളരെയധികം സിമ്പിളായിട്ട് ഒരു മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ അതിൽ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.